നമസ്കാരം, TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഓൺലൈനിൽ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ഒറിജിനലുകളെല്ലാം RTO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ കേരള മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള 90% കാര്യങ്ങളും RTO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ഫേസ്ലെസ് ആയിട്ട് നടത്താനായിട്ടുള്ള ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയതായിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഈ വീഡിയോ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, TJ's വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ പങ്കുവയ്ക്കുന്നത് മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള RTO പ്രൊസീജിയർ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. എപ്പോഴും ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ചാനൽ നിങ്ങൾ നിരന്തരമായിട്ട് ഇത് കാണുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറക്കാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്കായിട്ട് അപ്രകാരം ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ നൽകേണ്ടതുള്ളൂ. ഇപ്പോഴുള്ള ഈ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസിന് മുമ്പ് ബുക്ക് ഫോമിലാണ് ലൈസൻസുകൾ കേരള മോട്ടോർ വാഹന വകുപ്പ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൈസൻസുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൻ്റെ പേജുകൾ കീറിപ്പോവുകയോ മറ്റോ ചെയ്ത് വ്യക്തമല്ലാത്ത രീതിയിൽ പൊടിഞ്ഞു പോവുകയോ ദ്രവിച്ചു പോവുകയോ കത്തിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ലൈസൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. മറിച്ച് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ ഈ സാരഥി സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് ഇന്ന് പോസ്റ്റൽ ചാർജസ് അടക്കം 1305 രൂപ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതേസമയം ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുള്ളതോ ദ്രവിച്ചു പോയിട്ടുള്ളതോ ആയുള്ള ഒരു ലൈസൻസ് നിങ്ങൾക്ക് അതിൻ്റെ മറ്റൊരു ലൈസൻസ് എടുക്കേണ്ടതിനായിട്ട് ഈ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ 505 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനുള്ള ഒരു അപേക്ഷ നൽകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഈ പ്രോസസ്സിന് ശേഷം ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്, അതുപോലുള്ള ഡീറ്റെയിൽസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ സമയം കണ്ടെത്തുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഓൺലൈൻ പ്രോസസ്സിലേക്ക് കടക്കാം. Open browser, enter parivahan.gov.in, select online services and driving license related service. On driving license, select services on DL. Next page, click continue. Enter driving license number in the prescribed format and date of birth. Application for services on driving license. Verify all the details. Confirm that the above driving license details are mine. Tick yes. Enter RTO office. Click proceed. Again you can see the driving license details as shown. Enter the details asked for, your mobile number and email ID if you have. Relationship with the license holder, father, husband or wife. Gender, male or female. Then qualifications, whatever qualifications you have you can select. Then your permanent address, verify the details. If there is any change in present address you can enter, but make sure you apply for change of address and upload the required proof, address proof. If permanent and present addresses are same, tick the box. Enter district, taluk, village, home address and don't forget the PIN code. On the next page
You can see what all services available in DL services Saarathi site. Tick issue of duplicate DL. If there is any change in address, tick change of address also. Note this dialog box. This is an indication that even if you don't have original license, you can store the details in mParivahan or DigiLocker, and if you require still the duplicate license, you can proceed. Here shown the services you request for. Select a reason why you require this duplicate driving license. Confirm. Then your application data entered successfully. Tick the declaration and organ donation yes or no. Enter the CAPTCHA and submit. Here you can see the dialog box telling that you don't seek any appointment, but in this Saarathi site you still require a slot booking. Here click OK. Now you have your acknowledgement slip. Scroll down and download the application form to get your affidavit format. Print acknowledgement. For issue of duplicate, you need to upload notarized affidavit and your recent photograph and signature. Okay, click next. Here you can see the upload documents window. Click on proceed. In the upload documents window, enter your application number, date of birth, and this window comes out, and here you upload your affidavit in the JPEG format and within 500 KB size. Next comes upload photo and signature. Click next and you can see the fee structure, that is 1000 rupees plus 200 rupees for printing the license and 60 rupees user charges and 45 rupees postage charges. Select Kerala Treasury and enter the CAPTCHA and click pay now. Complete your payment. Take out the print of the fee receipt. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള നിങ്ങൾ ഈ ഓൺലൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഒരു സ്ലോട്ട് ബുക്കിംഗ് ഉണ്ട്. സാരഥി സൈറ്റിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ലോട്ട് ബുക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. Again open browser and in the window click on appointments. In the drop down list select slot booking DL services. Again enter your application number and date of birth and verify code, then submit. Next window, proceed to book. Select a date, click on available seats, book slot. You can see the preview. Enter the security code coming as SMS, then confirm to slot book. Take a printout. അപ്പോൾ ഇതിൻ്റെ ഈ ഓൺലൈൻ പ്രോസസ്സിനോടൊപ്പം നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് ആണ് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ RTO ഓഫീസിലേക്ക് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വിളിപ്പിക്കില്ല. എന്നാൽ നോട്ടറൈസ്ഡ് ചെയ്യാത്ത ഒരു അഫിഡാവിറ്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലോട്ട് ബുക്കിങ്ങിന് ശേഷം RTO ഓഫീസിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സമീപിച്ച് നിങ്ങളുടെ ഈ അപേക്ഷ ആ ഫീസ് റെസീറ്റോടൊപ്പം ഈ അഫിഡാവിറ്റ് കാണിച്ചാൽ അതും മതിയാകുന്നതാണ്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാരഥി സൈറ്റിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ലോട്ട് ബുക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ടതിന് ശേഷം ആ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയക്കാവുന്നതാണ്.